എൻ്റെ ചങ്ങാതിമാരെ നല്ലൊരു കിടുക്കാച്ചി രസം അങ്ങ് ഉണ്ടാക്കിയല്ലോ, സംഭവം പൊളി കേട്ടോ. അധികം കഷ്ടപ്പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി രസം തന്നെ കേട്ടോ. സംഭവം പൊളി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ചങ്ങാതിമാരെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കലാപരിപാടിക്ക് നേരെ വെച്ച് പിടിപ്പിച്ച മൂന്നാറുള്ള ദ വാലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കേട്ടോ, കൊണ്ടോടി ഗ്രൂപ്പിൻ്റെയാണ്. സംഭവം പ്രീമിയം പ്രോപ്പർട്ടി കേട്ടോ. നേരെ ഇതേ ലോബിയിലേക്ക് ചെന്നതിന് ശേഷം അതിൻ്റെ ബാൽക്കണിയിലേക്ക് ഞാനൊന്ന് വെച്ച് പിടിപ്പിച്ചു. എൻ്റെ ചങ്ങാതി സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, സംഭവം വേറെ ലെവലാണ്. അപ്പോൾ വാലയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. ഇനി പോകാത്തവരുണ്ടെങ്കിൽ മൂന്നാർക്ക് വെച്ച് പിടിപ്പിക്കുക, നേരെ വെച്ച് പിടിപ്പിച്ചോ. സംഭവം നല്ല കിടുക്കാച്ചി ഫുഡും കിട്ടും, നല്ല അടിപൊളി സ്റ്റേ കേട്ടോ. ഇനി നമ്മുടെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ റിസർവേഷനിലൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ കലാപരിപാടി ആദ്യം തന്നെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളയൊന്ന് ചൂടാക്കാൻ വെച്ച ശേഷം ഉരുളയിലേക്ക് ദേ ഇതുപോലെ വെളിച്ചെണ്ണ ഇട്ട് വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ ശേഷം അവനെ എടുത്തൊരു മറിമറിക്കുക എൻ്റെ ചങ്ങാതി. അതിനുശേഷം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട ശേഷം ലേശം മല്ലി ഇട്ട് കൊടുക്കുക. മല്ലി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. മല്ലി ഒന്ന് ചൂടാക്കിയിട്ട ശേഷം ജീരകവും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ലേശം കായപ്പൊടി ഇതുപോലെ സ്റ്റൈലായിട്ടൊരു മറിമറിക്കുക. മറിച്ച ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ചെറു ചൂടിൽ ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ തക്കാളി പച്ചച്ചൊവയും ആ മസാല പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അതിനാണ് ചെറു ചൂടിൽ വേണം ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. അതിനുശേഷം ഇതുപോലൊരു മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലേക്ക് ഈ സംഭവം എല്ലാം കൂടെ എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇതിലിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റാക്കി എടുക്കുന്ന കലാപരിപാടി കേട്ടോ. നല്ലോണം എല്ലാം കൂടെ ഒന്ന് കുത്തി നിറച്ചെടുക്കുക. കാരണം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം കുത്തി നിറച്ചെടുത്ത ശേഷം ഇതുപോലെ ഇവനെ അടച്ച് വെച്ചിട്ട് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. നല്ല കട്ട പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉരുളി ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ വയ്ക്കുക. മൂന്നാറായെങ്കിൽ വെളിച്ചെണ്ണ നല്ല കട്ട പിടിച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പറയുന്നത്. ചൂടാക്കിയ ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചുമന്ന മുളക് എടുത്തത് ഇതുപോലെ ഒന്ന് മൂപ്പിക്കുക. ആവശ്യത്തിന് മൂപ്പിച്ചേക്കുക. പച്ചച്ചോ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കരുവേപ്പില വാരി അങ്ങ് ഇറങ്ങുക. തന്നെ എന്നിട്ട് കരുവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇതൊന്ന് മൂപ്പിച്ച് ഏകദേശം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ എൻ്റെ ചങ്ങാതി. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ പേസ്റ്റായി വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ ഈ സംഭവം എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇതുപോലെ ലേശം വെള്ളം കൂടെ ആ മിക്സി ജാറിലിട്ട് ഇതുപോലെ കഴുകിയെടുത്ത് കറക്കിയെടുത്തൊരു മറിക്കുക എൻ്റെ ചങ്ങാതി. മറിച്ച ശേഷം ഇതുപോലെ അവനങ്ങ് തിളപ്പിക്കാൻ വെക്കുക. സംഭവം നല്ല തിളച്ച് വെച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി എൻ്റെ ചങ്ങാതി. ആ രസത്തിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ഊതി വരും. നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതി സ്വർഗ്ഗമല്ലേ സ്വർഗ്ഗം. ആ രസം അങ്ങ് തിളച്ചങ്ങ് മറിയുന്ന സമയത്തൊക്കെ ഇതിലേക്ക് ലേശം വാളംപുളി വെള്ളം കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അവനെയും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം ഉപ്പിടാൻ മറക്കല്ല. ഉപ്പിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഇതുപോലെ ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനത് ഇതുപോലെ അങ്ങ് കലക്കി അങ്ങ് കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ. അവനങ്ങ് കലക്കി കൂട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് അവസാനം കുറച്ച് കൊറിയാണ്ടറും കൂടെ വാരി വിതറുക. കൊറിയാണ്ടർ വാരി വിതറുമ്പോൾ നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോംമെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നല്ല ബീഫ് അച്ചാർ, ചിക്കൻ അച്ചാർ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം ഇതുപോലെ വെറൈറ്റികളുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ പേജിൽ കിടപ്പുണ്ട്, അല്ല സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ അയച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറ്റും വന്ന് മേടിക്കാം. അപ്പോൾ രസമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഷെഫിനെ കൊടുത്തിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് വാരി വിതറാൻ പറഞ്ഞു ചങ്ങാതിയോട്. അപ്പോൾ കുടിച്ചിട്ട് ചങ്ങാതി സന്തോഷം കണ്ട. അപ്പോൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി.